ഒന്നാമത്തെ രാജാവായിരുന്നു ആര്? ശൗല്. ദൈവം തെരഞ്ഞെടുത്ത രാജാവായ ആളല്ല, ജനം തെരഞ്ഞെടുത്തതാ. എങ്കിലും ദൈവത്തിന്റെ അഭിഷേകമൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്കാരന്റെ വിധമൊക്കെ മാറി. ആ സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ച, പരിശുദ്ധാത്മാവിന് ലഭിച്ച ഒരു മനുഷ്യൻ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിട്ടുമാറും. വിട്ടുമാറിക്കഴിഞ്ഞാൽ പകരം എന്തു വരും? ദുരാത്മാവ് കയറും. അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ, യേശുവിന്റെ വചനം മനസ്സിലാക്കിയ, ആത്മനിറവ് പ്രാപിച്ചവര് എങ്ങനെ ജീവിക്കണം? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് മര്യാദക്ക് ജീവിച്ചോളണം. മര്യാദ വിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ കുറച്ചു കാലം പരിശുദ്ധാത്മാവ് ക്ഷമയോടെ നോക്കും. കുറച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പോകും. പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ കയറുന്ന ആരാ? അടിച്ചും തൂത്തും വൃത്തിയാക്കി നമ്മുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുകയാണ്. അവിടെ ദുരാത്മാവ് കയറും. ഇതാണ് ശൗലിന് സംഭവിച്ചത്. ശൗല് ചില കുരുത്തക്കേടുകൾ കാണിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മാവ്, യഹോവയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തന്നെ വിട്ടുമാറി. ഇപ്പൊ പകരം എന്ത് കയറി? ദുരാത്മാവ് ബാധിച്ചു എന്നാണ്. ദുരാത്മാവ് ശൗലിനെ ബാധിച്ചു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ കാര്യങ്ങൾ ബാധിച്ചു, രോഗം ബാധിച്ചു, വ്യാധി ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബാധിച്ചു. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. An evil spirit terrorized him. ഒരു ദുരാത്മാവ് ശൗലിനെ ഭീകരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ ഭീകരന്മാർ, നമുക്കിപ്പോ ഭീകരന്മാരെന്നുള്ള വാക്കൊക്കെ സുപരിചിതമായൊരു വാക്കായി നമ്മൾ മാറി അല്ലേ? പാകിസ്ഥാനിൽ ഒരുപാട് ഭീകര കേന്ദ്രങ്ങളുണ്ട്. അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ സൈന്യമൊക്കെ പാലും തേനും ഒക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഭീകരന്മാരെ അവിടെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. 126-ലധികം ഭീകര കേന്ദ്രങ്ങളുണ്ടെന്നാണ്. അതിൽ നിന്നാണ് 4 ഭീകരന്മാര് പഹൽഗാമിൽ കടന്നു വന്നിട്ട് നീ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചു നോക്കിയിട്ട് സംശയ നിവാരണത്തിന് പാൻറ് ഊരിച്ചു നോക്കിയിട്ട് അവർ വെടിവെച്ചു എന്ന് പറഞ്ഞത്. അതാണ് ഭീകരന്മാര്. അതിന് നമ്മുടെ സൈന്യം തിരിച്ചടിച്ചു. 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചളഞ്ഞു. 100-ലധികം ഭീകരന്മാരെ കൊന്നുകളഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായിട്ട് ഇന്നലെ വൈകുന്നേരം വെടിനിർത്തലൊക്കെ 2 പേര് സമ്മതിച്ചാണ്. പാകിസ്ഥാൻ അത് വീണ്ടും ലംഘിച്ചു. ഇപ്പൊ വീണ്ടും വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 25ഓളം നമ്മുടെ നാട്ടുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭീകരന്മാര്, ആ ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ്, അതായത് ഭീകരമായിട്ട് അവര് ആത്മഹത്യാ സ്ക്വാഡായിട്ട് വന്ന് പൊട്ടിത്തെറിക്കുന്നു. അവര് ഏതെങ്കിലും തരത്തിൽ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് കയറി നമ്മളെ നശിപ്പിച്ച് നമ്മുടെ സ്വസ്ഥതയും സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാതാക്കുക എന്നതാണ് ഈ ഭീകരന്മാരുടെ ലക്ഷ്യം. ഭരണകൂടത്തിന്റെ സപ്പോർട്ടും ഉണ്ട്. അവർക്ക് നിയമമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ സ്വസ്ഥത കളയണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ. അവർക്ക് ജയിക്കണം. മറ്റുള്ളവരുടെ കുടുംബത്തെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ ചിന്തിക്കില്ല. അവർക്ക് ജയിക്കണം. അതാണ് ഭീകരത എന്ന് പറയുന്നത്. ആ ഭീകരതയാണ് നമ്മുടെ രാഷ്ട്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ആ ഭീകര ശക്തികൾ നിരന്തരമായി വർഷങ്ങളായി നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ശക്തമായിട്ട് അതിനെ തിരിച്ചടിക്കുന്നുണ്ട്.
അതവർക്ക് ശരിക്കും മനസ്സിലായിട്ടുമുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദുരാത്മാവ് ശൗലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവനെ ഭീകരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ആ ഭീകരതയുടെ ആത്മാവ് ശൗൽ രാജാവിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ദാവീദിനെ കൊല്ലണം, എല്ലാം നശിപ്പിക്കണം, എല്ലാം തകർക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ശൗല് മുന്നിട്ടിറങ്ങിയതിന് കാരണം ഈ ടെററിസത്തിന്റെ ഈ ദുരാത്മാവ് അവന്റെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭീകരന്മാര് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അവരുടെ ഉള്ളിൽ ദുരാത്മാവ് കേറിക്കഴിഞ്ഞു. അതാണ് അവര് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. രാജ്യങ്ങളെയും ജനങ്ങളെയും നിഷ്കളങ്കരായ മനുഷ്യരെയും ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിന് കാരണം അവരുടെ ഉള്ളിൽ ടെററിസത്തിന്റെ ദുരാത്മാവ് കയറി. യേശു പറഞ്ഞല്ലോ, കള്ളൻ വരുന്നത് അറുക്കാനും മുടിക്കാനും നശിപ്പിക്കുവാനും വേണ്ടി വരുന്നു. കള്ളൻ, ദുരാത്മാവ്, അന്ധകാര ശക്തി, പിശാചിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അറുക്കുക, മുടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, അവനെ ഇല്ലായ്മ ചെയ്യുക. അതൊരു ദുരാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇങ്ങനൊരു പ്രവർത്തനം നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റുള്ളവരെ സദാ നേരെ ഉപദ്രവിക്കുക, കൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടാണല്ലോ, പറവൂരുള്ള ഒരു കുടുംബത്തിലുള്ള 3 പേരെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ ഈ ടെററിസത്തിന്റെ ദുരാത്മാവ് അവന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു കമ്പി വടി ഉപയോഗിച്ച് തല തല്ലിപ്പൊളിച്ച് അവരെ കൊന്നുകളഞ്ഞു. നമുക്കൊരു മനുഷ്യൻ വടി കൊണ്ടടിക്കാൻ പോലും പേടിയാണ്, ഇല്ലേ? നമ്മുടെ മക്കളെ പോലും വടിയടിച്ചു അവർക്ക് വേദന എടുക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുകയാണ്, വിഷമിക്കുകയാണ്. പക്ഷേ ഈ ദുരാത്മാവ് കയറി കഴിഞ്ഞാൽ ഒരു പേടിയില്ല. ചോര കണ്ടാലും പേടിയില്ല, പിടക്കുന്നത് കണ്ടാലും പേടിയില്ല, മരിക്കുന്നത് കണ്ടാലും പേടിയില്ല. കാരണം ടെററിസത്തിന്റെ ദുരാത്മാവാണ് അവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഓർത്തോണം, അതൊരു അന്ധകാര ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.